പ്രൈമറി തലത്തിൽ പുതിയ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കമിടുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപകരുടെ ശില്പശാലയും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖ മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളികളിലൂടെയുള്ള പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ജികോംപ്രസ് പോലെയുള്ള എഡ്യൂട്ടൈൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യുലാബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിലൂടെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സ്ക്വയർ ഈ 100 ദിന കർമ്മ പരിപാടിയിലുള്ള ഒരു പദ്ധതിയാണ്. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ IT പഠനം നിലവിലുണ്ടെങ്കിലും LP UP തലങ്ങളിൽ ഇത് പലപ്പോഴും വേണ്ടത്ര കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളും അതിലൂടെയുള്ള പഠനാവസരങ്ങളും എല്ലാ വിഭാഗം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സ്ക്വയർ എന്ന ആശയം ഇവിടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ കളികളിലൂടെയുള്ള പഠനം, സർഗാത്മക സ്വയം പഠനശേഷി, സർഗാത്മകത എന്നിവ വളർത്തിയെടുക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ വഴി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ നടത്തിപ്പിനായി മുഴുവൻ IT കോർഡിനേറ്റർമാർക്കും അധ്യാപകർക്കും കൈറ്റ് പ്രത്യേക പരിശീലനം നൽകുമെന്ന് പദ്ധതി വിശദീകരണം നടത്തി കൈറ്റ് CEO കെ അൻവർ സാദത്ത് അറിയിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PK അസ്ലു, ഷാഹിന നിയാസി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ K ശ്രീജ ഗോപിനാഥ്, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.